ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് തേവയ്ക്കലാണ് നിങ്ങൾ ഇന്ന് പരിചയപ്പെടുന്ന വീട് വരുന്നത്. തേവയ്ക്കൽ ജംഗ്ഷനിൽ നിന്ന് വെറും 1 കിലോമീറ്റർ ആണ് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് വരുന്ന ഭംഗിയുള്ള ഈ ഒരു വീട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. നല്ലൊരു വില്ല പ്രൊജക്റ്റ് ആണ്. 10ഓളം വീടുകളാണ് ഈ ഒരു പ്രൊജക്റ്റിനകത്ത് വരുന്നത്. ഇതുപോലൊരു ടാർ റോഡിനെ ഫ്രണ്ടേജ് ആയിട്ടാണ് ഇന്ന് മാർബിൾ ഹോംസ് പരിചയപ്പെടുത്തുന്ന ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. വീടിന്റെ എലിവേഷൻ നിങ്ങൾ കാണുമ്പോഴേക്കും ഇവിടെ നിന്നും ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ഡിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ഇവിടെ നിന്ന് തേവയ്ക്കൽ ജംഗ്ഷനിലേക്ക് 1 കിലോമീറ്റർ ആണ്. കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 8.9 കിലോമീറ്റർ. ഇടപ്പള്ളി ഭാഗത്തേക്ക് 7.8 കിലോമീറ്റർ. കളമശ്ശേരി കുസാറ്റിലേക്ക് നോക്കുവാണെങ്കിൽ 6.9 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. ആലുവ ഭാഗത്തേക്ക് 9.4, എയർപോർട്ടിലേക്ക് 18 കിലോമീറ്ററുമാണ് വരുന്നത്. വീടിന്റെ എലിവേഷൻ കണ്ടോളൂ. നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷനുള്ള പെയിന്റിംഗ് ആണ്. എടുത്തു പറയേണ്ടത്, നിങ്ങളുടെ 2 കാറുകൾക്കും നല്ല സേഫ് ആയിട്ട് പാർക്ക് ചെയ്യാവുന്ന ഫുള്ള് കവേർഡ് ആയിട്ടുള്ള ഒരു കാർ പോർച്ച് നിങ്ങൾക്ക് ഈ ഒരു വീട്ടിൽ കിട്ടുന്നുണ്ട്. നമുക്ക് ഇവിടുത്തെ മതിൽ നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയ രീതിയിൽ ചെയ്തിട്ട് നല്ലൊരു പെയിന്റും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് നോക്കുവാണെന്നുണ്ടെങ്കിലും സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് മെത്തേഡിലാണ് കൊടുത്തിരിക്കുന്നത്. പോർച്ച് നിങ്ങൾ ഒന്നും കൂടെ കണ്ടോളൂ. നമുക്ക് ആ എൻഡ് തുടങ്ങി ഈ എൻഡ് വരെ നിങ്ങളുടെ 2 കാറുകൾക്ക് സേഫ് ആയിട്ട് കവേർഡ് ആയിട്ട് പാർക്ക് ചെയ്യാവുന്ന നല്ലൊരു കാർ പോർച്ച് ഇവിടെ കിട്ടുന്നുണ്ട്. ഇതിന്റെ സറൗണ്ടിങ് ഏരിയാസ് നിങ്ങൾക്കൊന്ന് കാണണ്ടേ? ഇതുപോലെ 10ഓളം വില്ലകൾ വരുന്ന ഒരു വില്ല പ്രൊജക്റ്റ് ആണ്. മെജോറിറ്റി വീടുകളിലും ആളുകൾ താമസമായിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു വീടിന്റെ പ്രത്യേകത, ഈ ഒരു പ്രൊജക്റ്റിനകത്ത് ആദ്യം വരുന്ന വീട് നമ്മുടെയാണ്. ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് വരുന്നത്. ഗേറ്റ് തുറന്ന് നേരെ കോമ്പൗണ്ടിനകത്തേക്ക് എൻട്രി ചെയ്യുമ്പോൾ ഫ്ലോറിൽ സ്റ്റോൺസ് ആണ് വിരിച്ചിരിക്കുന്നത്. നമുക്ക് ഗ്രാസ് കൂടി പിടിപ്പിക്കാനുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പോർച്ച് വലിയൊരു പ്രത്യേകതയുള്ള പോർച്ചാണ്. കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ 2 കാറുകൾക്കും സേഫ് ആയിട്ട് ഈ വരുന്ന റൂഫിന്റെ അണ്ടറിൽ പാർക്ക് ചെയ്യാം. സാധാരണ എല്ലാ വീടുകളിലും ഒരു പോർച്ചേ ഉണ്ടാവുള്ളൂ. ഈ വീട്ടിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് റൂഫ് കവർ ചെയ്യുന്ന വലിയൊരു പോർച്ച് ഉണ്ട്. അത് നല്ല ഭംഗിയായ ഡിസൈനും ചെയ്തിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ നിങ്ങളുടെ കാർ നിങ്ങൾക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. പാർക്കിംഗ് സ്പേസ് നോക്കുവാണെങ്കിൽ 17 അടി നീളവും 10.5 അടി വീതിയുമുള്ള ഒരു പോർച്ചാണ് ഇവിടെ കിട്ടുന്നത്. രണ്ടാമത്തെ നിങ്ങളുടെ കാർ ആ കാണുന്ന സ്പേസിൽ നിങ്ങൾക്ക് പാർക്ക് ചെയ്യാവുന്നതാണ്. വീടിന്റെ ലെഫ്റ്റ് സൈഡ് നോക്കുവാണെങ്കിൽ നല്ല സ്പേഷ്യസ് ആണ്. മെറ്റൽ ഷിപ്പാണ് വിരിച്ചിരിക്കുന്നത്. ഈ ഒരു വഴി എൻഡ് ചെയ്യുന്ന ഭാഗത്ത് നിങ്ങൾക്ക് കിണർ കാണാം. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിണറിന്റെ സ്ഥാനം വരുന്നത്. വീടിന്റെ റൈറ്റ് സൈഡും നല്ല വൈഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും മെറ്റൽ ഷിപ്പ് തന്നെയാണ് വിരിച്ചിരിക്കുന്നത്. സെറ്റ് ബാക്ക് കൊടുത്തിട്ട് തന്നെയാണ് ബാക്ക് സൈഡും ചെയ്തിരിക്കുന്നത്. ഇവിടെയും മെറ്റൽ ഷിപ്പ് തന്നെയാണ് ഫ്ലോറിൽ വരുന്നത്. വീടിന്റെ സിറ്റ് ഔട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ ഒരു ഭാഗത്തൊക്കെ നോക്കിയാൽ കാണാം ചെറിയ LED ബൾബുകളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കൊരു 3 ചെയറുകൾ വരെയൊക്കെ പ്ലേസ് ചെയ്യാവുന്ന ഒരു സിറ്റ് ഔട്ട് ആണ് ഇവിടെ കിട്ടുന്നത്. മെയിൻ ഡോർ ഈ കാണുന്നതാണ്. വെസ്റ്റ് ഫേസിംഗ് ആണ്. ഒറ്റപ്പാളിയിൽ ഇതുപോലൊരു ഡിസൈനിൽ പടിഞ്ഞാറ് ദർശനമായിട്ടാണ് മെയിൻ ഡോർ വരുന്നത്. വീടിന്റെ ലിവിംഗ് സ്പേസ് ഇങ്ങനെയാണ്. 11-10 ഫീറ്റ് ആണ് സൈസ് വരുന്നത്. നിങ്ങൾ നേരെ വരുമ്പോൾ കാണുന്നത് TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് ആണ്. നല്ല ഭംഗിയായിട്ട് ഒരു വൈറ്റ് വുഡ് ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷനിലാണ് പാനലിംഗ് വർക്കുകൾ വരുന്നത്. ഓപ്പൺ ഷെൽഫുകളും ക്ലോസ്ഡ് കബോർഡുകളും ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വിൻഡോസ് 2 ഭാഗത്തായിട്ടാണ് വരുന്നത്. ഫ്ലോർ ടൈലുകൾ നോക്കുവാണെങ്കിൽ വൈറ്റ് കളറാണ്. ചെറിയൊരു ബ്ലാക്ക് ഡിസൈനും കൂടി അതിൽ വരുന്നുണ്ട്. റൂഫ് നോക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ടാണ് LED സ്ട്രിപ്പുകളുടെ വർക്ക് കൊടുത്തിരിക്കുന്നത്. ഫാൻ ഫിറ്റിംഗ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ലിവിംഗ് സ്പേസ് കഴിഞ്ഞാൽ നമ്മൾ ഡൈനിങ്ങിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ ഭാഗത്തൊരു പാർട്ടീഷൻ ഇതുപോലെ കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ ഓപ്പൺ ഷെൽഫുകളൊക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു പാർട്ടീഷൻ വരുന്നത്. ഡൈനിങ് സ്പേസിലേക്ക് വരുന്ന സമയത്ത് 13 അടി നീളവും 10.5 അടി വീതിയുമുള്ള നല്ലൊരു ഡൈനിങ് ഏരിയ ആണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. ഇവിടെയായിട്ട് 3 വിൻഡോസ് വരുന്നുണ്ട്. നമ്മൾ ഈ റൂമിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ആണ്. ഹാൻഡ് റൈൽസ് ഒക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്പുകളിലൊക്കെ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. ഫുഡ് ലാംപ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റെയർ കേസിന് താഴെ കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ് വാഷ് ഏരിയ വരുന്നത്. സെപ്പറേറ്റ് ഒരു ഏരിയ, ഒരു ക്യാബിൻ പോലെ ചെയ്തിട്ടുണ്ട്. വാഷ് ബേസിൻ നോക്കുവാണെങ്കിൽ ജാഗ്വാറിലാണ് വരുന്നത്. വൈറ്റ് കളർ ഗ്രാനൈറ്റിലാണ് വെച്ചിരിക്കുന്നത്. താഴെ കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. റൂഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഡിസൈനുകൾ വരുന്നുണ്ട്. ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗും എല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ലിവിംഗ് സ്പേസ്, അവിടെ ഡൈനിങ്, രണ്ടിനും മിഡിലായിട്ടാണ് നിങ്ങളുടെ താഴത്തുള്ള 1ാമത്തെ ബെഡ്റൂം വരുന്നത്. ഡോറിന്റെ പാറ്റേണിങ്ങിനെയാണ് ചെയ്തിരിക്കുന്നത്. 11-10 ഫീറ്റ് ആണ് ബെഡ്റൂം സൈസ്. ഈ ഭാഗത്തായിട്ട് വിൻഡോസ് വരുന്നുണ്ട്. വാർഡ്രോബ് നോക്കുവാണെങ്കിൽ വൈറ്റ് ആൻഡ് ബ്രൗൺ കളർ കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. ഫുഡ് ലാംപ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റൂഫിൽ LED സ്ട്രിപ്പുകളും ബൾബുകളും ഒക്കെ നല്ല ഭംഗിയായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. നല്ലൊരു ഡിസൈനിലും കളർ കോമ്പിനേഷനിലുമാണ് ടൈലുകൾ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സൗകര്യം കിട്ടുന്നുണ്ട്. ജോൺസിന്റെയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് വരുന്നത്. ജോൺസണും സെറയും എല്ലാം തന്നെ മിക്സ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ ഇലക്ട്രിക്കൽ ഐറ്റംസ് ഒക്കെ നോക്കുവാണെങ്കിൽ ഹാവൽസിലും ലെഗ്രാൻഡിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. 1ാമത്തെ ബെഡ്റൂം അവിടെ കണ്ടു. 2ാമത്തെ ബെഡ്റൂം ഈ ഒരു ഭാഗത്താണ് വരുന്നത്.
ഡോറുകളുടെ എല്ലാം പാറ്റേൺ ഏകദേശം സെയിം മോഡൽ തന്നെയാണ്. ഈ ഒരു ബെഡ്റൂം നോക്കുവാണെങ്കിൽ 13-10 ഫീറ്റ് ആണ് വരുന്നത്. 2 സിംഗിൾ വിൻഡോസ് ആ ഭാഗത്തും ഇവിടെ 3 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫുഡ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. നേരെ റൂഫിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ നല്ല ഡിസൈനുകളും LED സ്ട്രിപ്പുകളും ബൾബുകളും ഫാൻ ഫിറ്റിങ്ങും എല്ലാം തന്നെ വരുന്നുണ്ട്. സെയിം കളർ കോമ്പിനേഷനിലാണ് വാർഡ്രോബ് വരുന്നത്. മിഡിൽ പോർഷനിലൊക്കെ ഓപ്പൺ ഷെൽഫുകൾ കൊടുത്തിട്ട് ആ സ്പേസുകളിലെല്ലാം തന്നെ LED സ്ട്രിപ്പുകളും ബൾബുകളും ഒക്കെ ഭംഗിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം നോക്കുവാണെങ്കിൽ ബ്ലാക്ക് ആൻഡ് ഗ്രേ കോമ്പിനേഷനിൽ ബോർഡർ ഒക്കെ വെച്ചിട്ട് നല്ലൊരു ടൈലാണ്. ഇവിടെയും നിങ്ങൾക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സൗകര്യം കിട്ടുന്നുണ്ട്. നമുക്കിനി കിച്ചൺ കണ്ടു നോക്കാം. ഓപ്പൺ കിച്ചൺ ആണ്. നോർത്ത് ഈസ്റ്റ് ഭാഗത്താണ് വരുന്നത്. എൻട്രൻസിലുള്ള കൗണ്ടർ പോർഷൻ ഒക്കെ നോക്കിക്കോളൂ. നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് അത് ചെയ്തിരിക്കുന്നത് തന്നെ. റൂഫിലാണെന്നുണ്ടെങ്കിലും ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. നമുക്ക് നല്ല ഹാങ്ങിങ് ഫ്ലവർ ബക്കറ്റ്സ് ഒക്കെ വെക്കാനായിട്ട് നല്ലൊരു അറേഞ്ച്മെന്റ് ആണ് മുകളിലും കൊടുത്തിരിക്കുന്നത്. കിച്ചൺ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് കൊടുത്തിരിക്കുന്നത്. കൗണ്ടർ ടോപ്പ് വൈറ്റ് കളറാണ്. നമുക്ക് 2 ഭാഗത്തായിട്ട് വിൻഡോസ് ആവശ്യത്തിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സിങ്കും പൈപ്പ് കണക്ഷനും വരുന്നുണ്ട്. മുകളിലും താഴെ 2 ലെയറിലായിട്ടാണ് ക്യാബിനറ്റ്സ് വരുന്നത്. റൂഫ് നോക്കുവാണെങ്കിൽ മിഡിൽ പോർഷനിൽ നമുക്ക് LED സ്ട്രിപ്പുകളും ബൾബുകളും എല്ലാം കൊടുത്ത് നല്ല രീതിയിൽ തന്നെയാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത്. കിച്ചന്റെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ നിങ്ങൾക്ക് അവിടെ വർക്ക് ഏരിയ ചെയ്തെടുക്കാനായിട്ട് നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. സ്റ്റെയർ കേസുകളിലെല്ലാം തന്നെ ഫുഡ് ലാമ്പ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ എത്തി നിൽക്കുമ്പോൾ വലിയൊരു ഹാളിലേക്കാണ് നമ്മൾ വരുന്നത്. ഇവിടെയായിട്ട് നമുക്ക് വിൻഡോസ് കിട്ടുന്നുണ്ട്. ഈ ഒരു ഹാള് നിങ്ങൾ നോക്കിക്കോളൂ. അത്യാവശ്യത്തിന് സ്പേഷ്യസ് ആയ വലിയൊരു ഹാള് തന്നെയാണ്. നമ്മളുടെ അപ്പർ ലിവിംഗ് സ്പേസ് ഇവിടെയാണ് ചെയ്തിരിക്കുന്നത്. TV വെക്കാൻ അറേഞ്ച്മെന്റ് ഈ ഒരു വോളിലാണ്. നല്ല ഭംഗിയുള്ള ഡിസൈനുകളിൽ ഒരുപാട് ഓപ്പൺ ഷെൽഫുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. താഴെ ക്ലോസ്ഡ് കബോർഡുകളും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വലിയ ഏരിയയുടെ റൂഫ് നിങ്ങൾ നോക്കിക്കോളൂ. ഫാൻ ഫിറ്റിംഗ് കൂടാതെ തന്നെ നല്ല ആവശ്യത്തിന് ഡിസൈനുകളൊക്കെ കൊടുത്തിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സും LED സ്ട്രിപ്പുകളും ഒക്കെ ഭംഗിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ ഹാളിലേക്ക് വന്നു. നമുക്ക് ആദ്യത്തെ ഡോർ ഓപ്പൺ ചെയ്യുന്നത് യൂട്ടിലിറ്റി സ്പേസ് ആണ്. കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത സ്പേഷ്യസ് ആയ ഒരു യൂട്ടിലിറ്റി ഏരിയ ആണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് കാണാം. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയാണ് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള എല്ലാ പ്രൊവിഷൻസും കൊടുത്തിരിക്കുന്നത്. താഴെ 2 ബെഡ്റൂമുകൾ കണ്ടതുപോലെ തന്നെ മുകളിലും 2 ബെഡ്റൂമുകളുണ്ട്. ടോട്ടലി 3ാമത്തെ ബെഡ്റൂം നമുക്കൊന്ന് കണ്ടു നോക്കാം. 13.5 അടി നീളവും 10.5 അടി വീതിയുമാണ് ബെഡ്റൂം സൈസ്. ചുറ്റിനും ആവശ്യത്തിന് വിൻഡോസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റൂഫിൽ ഫാൻ ഫിറ്റിംഗ് ഉണ്ട്. അതുകൂടാതെ LED സ്ട്രിപ്പുകൾ നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. വാർഡ്രോബ് അത്യാവശ്യം വലുപ്പത്തിൽ നല്ല സൗകര്യത്തിൽ നല്ലൊരു കളർ കോമ്പിനേഷനിലുമാണ് ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ ഇട്ടിട്ട് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. താഴെ നമ്മൾ കണ്ട നല്ലൊരു കളർ കോമ്പിനേഷൻ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇവിടുത്തെ എല്ലാ ബാത്റൂമുകളിലും തന്നെ വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സൗകര്യം നമുക്ക് കിട്ടുന്നുണ്ട്. ബാത്റൂമുകളെല്ലാം നല്ല സ്പേഷ്യസുമാണ്. അപ്പർ ലിവിംഗ് സ്പേസിന്റെ ഈ ഒരു ഭാഗത്തുള്ള ഡോർ നിങ്ങൾ കണ്ടു കാണും. നമുക്ക് ഇവിടെ ആയിട്ടാണ് ബാൽക്കണി വരുന്നത്. ഒരു ചെറിയ ബാൽക്കണി ആയിട്ട് സൗകര്യത്തോട് കൂടിയിട്ടൊക്കെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഡിസൈനിലാണ് ഹാൻഡ് റൈൽസ് വരുന്നത്. നമുക്കിനി ഇവിടുത്തെ ഫൈനൽ ആൻഡ് 4th ബെഡ്റൂം കണ്ടു നോക്കാം. 4ാമത്തെ ബെഡ്റൂം സൈസ് 13.5 10.5 ഫീറ്റ് ആണ്. ഇവിടെ 2 വിൻഡോസ് വരുന്നുണ്ട്. ബാക്കിയുള്ള 3 വിൻഡോസ് ഈ ഒരു ഭാഗത്താണ്. ഫുഡ് ലാംപ്സ് വരുന്നുണ്ട്. വാർഡ്രോബ്സ് നോക്കുവാണെങ്കിൽ സെയിം കളർ കോമ്പിനേഷനിലും നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ട് ഈ ഒരു ഭാഗത്താണ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിൽ മിഡിൽ പോർഷനിൽ നല്ലൊരു LED സ്ട്രിപ്പിന്റെ വർക്ക് വരുന്നുണ്ട്. ഫാൻ ഫിറ്റിങ്ങും കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ നമുക്ക് പാസേജ് പോലെ നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സൗകര്യത്തോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വീട് നിങ്ങൾ കംപ്ലീറ്റ് കണ്ടു കഴിഞ്ഞു. ഇന്ന് മാർബിൾ ഹോംസിലൂടെ നിങ്ങൾ പരിചയപ്പെട്ട ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് തേവയ്ക്കലാണ്. തേവയ്ക്കൽ ജംഗ്ഷനിൽ നിന്നും 1 കിലോമീറ്റർ ആണ് ഈ വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. നല്ലൊരു വില്ല പ്രൊജക്റ്റ് ആണ്. ഏകദേശം 15ഓളം വില്ലകൾ വരുന്നതിൽ 10-12ഓളം വില്ലകളിലെ ആളുകൾ താമസമായതാണ്. നമുക്ക് ഏകദേശം ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ ഒരു വീട് വരുന്നത്. 4.1 ആണ് ലാൻഡ് അളവ്. 1660 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ബെഡ്റൂമുകളാണ് വരുന്നത്. 4.1 സെന്റ് ഓഫ് ലാൻഡിൽ 1660 സ്ക്വയർ ഫീറ്റിൽ 4 BHK ആയിട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു വീട്ടിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂട്ടിലിറ്റി ഏരിയ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കിച്ചണോട് ചേർന്ന് തന്നെ സ്പേസ് ഉണ്ട്. വർക്ക് ഏരിയ വേണമെങ്കിൽ അവിടെ ചെയ്തെടുക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി എടുത്തു പറയേണ്ടത് നിങ്ങളുടെ 2 കാറുകൾക്കും നല്ല രീതിയിൽ കവേർഡ് ആയിട്ടുള്ള പോർച്ചിന്റെ അണ്ടറിൽ കയറി കിടക്കാവുന്ന സൗകര്യത്തോട് കൂടിയിട്ടാണ് കാർ പോർച്ച് ചെയ്തിരിക്കുന്നത്. എല്ലാ സൗകര്യങ്ങളുമുള്ള ഈ ഒരു വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 95 ലക്ഷം രൂപയാണ്. 95 lakhs എന്നുള്ളതിന്റെ പ്രൈസ്. തീർച്ചയായിട്ടും നിങ്ങൾ മാർബിൾ ഹോംസ് വഴിയാണ് വരുന്നതെങ്കിൽ ഞങ്ങൾ നെഗോഷ്യബിൾ ആക്കി തന്നെ വാങ്ങി തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും ലോൺ ഫെസിലിറ്റിയും ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും.
നിങ്ങൾ വിളിക്കേണ്ട നമ്പറുകൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറുകൾ വിളിക്കുമ്പോൾ ഫോൺ പിക്ക് ചെയ്തില്ല എങ്കിൽ ജസ്റ്റ് ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചിട്ടാൽ മതി, ഞങ്ങൾ തിരിച്ചു വിളിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ വിളിക്കുക. ഓണക്കാലത്ത് നിങ്ങൾക്ക് നല്ലൊരു ഭാഗ്യം ഉണ്ടാകട്ടെ, നല്ലൊരു വീട് സ്വന്തമാക്കാനെന്ന് മാർബിൾ ഹോംസ് ആശംസിക്കുന്നു. ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.